ഹലോ ഗായ്സ്, ഇറ്റ്സ് കെ ശിവം. ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കാം. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചായിരുന്നു. ആദ്യത്തെ 2 ചാപ്റ്ററും മിഡീവൽ ഇന്ത്യയെക്കുറിച്ചുള്ളതായിരുന്നു. മുഗൾ ഭരണം, അതുപോലെ സൽത്തനത്ത്, അതെല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ജോഗ്രഫിയിലോട്ട് കടക്കാം. കേരളം, മണ്ണും മഴയും മനുഷ്യനും. അപ്പോൾ കേരള ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഓക്കെ, അപ്പോൾ ജനറലായിട്ടുള്ള കേരളത്തിൻ്റെ ജോഗ്രഫി ആയിരിക്കും ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതൊരു കുട്ടി പച്ചക്കറി വാങ്ങിക്കാനായിട്ട് ചന്തയിൽ പോയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുവാ, ലോറിയിൽ നിന്ന് ചുവടുമായി നീങ്ങുന്ന തൊഴിലാളികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അവർ വിളിച്ചു പറയുന്നൊക്കെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങ് വിടാം. നമുക്ക് ഇങ്ങോട്ട് വരാം. മൈസൂരു, ഊട്ടി, മേട്ടുപ്പാളയം, കമ്പം, തേനി, ഉടൻചത്രം, നാഗർകോവിൽ എന്നിങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. മീൻസ് കുട്ടിയും കുട്ടിയുടെ അച്ഛനും കൂടെ പോയത്. നമ്മുടെ പ്രധാന ഭക്ഷണമായ അരിയുടെ നല്ലൊരു പങ്കും എത്തുന്നത് ഇനിയുമേറെ അകലെ സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെ ആണത്രേ. നമുക്കുള്ള അരിയും പച്ചക്കറിയൊക്കെ വരുന്നത് ആന്ധ്രയിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സീമാന്ധ്ര എന്തെന്നാണ്? അങ്ങനെ പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ കുറച്ചധികം തപ്പേണ്ടി വന്നു ഈ പേരെന്തുവാണെന്ന് കണ്ടുപിടിക്കാൻ. തപ്പിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രത്യേകിച്ച് വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. സീമാന്ധ്ര എന്ന് പറയുന്നത് സീമാന്ധ്ര വാസ് എ പ്രപ്പോസ്ഡ് നെയിം ഫോർ ദ നോൺ തെലങ്കാന റീജിയൻ ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശായിട്ട് നമ്മൾ 2014 ആന്ധ്രാപ്രദേശിനെ തെലങ്കാനയെ ആന്ധ്രയായിട്ട് വിഭജിച്ചത്. ആ സമയത്ത് നോൺ തെലങ്കാന ആയിട്ടുള്ള റീജിയൻസിനെ പറയുന്ന പേരാണ് ഈ സീമാന്ധ്ര എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആന്ധ്രയെ പറ്റി പറയുന്ന സ്ഥിതിക്ക് നമുക്ക് ആന്ധ്രാപ്രദേശിൻ്റെ ആരാന്ന് കൂടെ നോക്കാം. ആരാ? ഈ പുള്ളിയാണ്, അതായത് ചന്ദ്രബാബു നായിഡു. ഈ വർഷം എങ്ങാണ്ടാണ് പുള്ളി അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ ഗവർണർ ആരാണ്? അബ്ദുൽ നസീറാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ അവരുടെ തന്നെ ഗവൺമെൻറ് പോർട്ടലുണ്ട്, അവിടെ കയറി നോക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതുള്ള ഡീറ്റെയിൽസൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതെന്തുവാണ്, ആ ഡേറ്റ വാലിഡ് ആവണമെന്നില്ല. അപ്പോൾ ഗവൺമെൻറ് പോർട്ടലിൻ്റെ പ്രത്യേകത അവരുടെ അത് കറക്റ്റ് ആയിരിക്കും പൊതുവെ. അതുകൊണ്ട് ഈ താഴെയോട്ട് ഇപ്പോഴത്തെ കറണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ ഒരു മാപ്പൊക്കെ കൊടുത്തേക്കുന്നത് കാണുന്നുണ്ടോ? അതിനകത്ത് എന്തോ കൊടുത്തിട്ടുണ്ട്? ക്യാപിറ്റൽ സിറ്റി അമരാവതിയാണ്. ടോട്ടൽ എത്ര ഏരിയയുണ്ട്? ടോട്ടൽ 26 ഡിസ്ട്രിക്റ്റ് ജില്ലകളാണ് അതിനകത്തുള്ളത്. പിന്നെ എന്തുവാ, ടോട്ടൽ പോപ്പുലേഷൻ ഏകദേശം ഒരു 49.67 മില്യനാണ്. 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫിഗർ പിന്നെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും. ഇതിൻ്റെ ഫിസിയോളജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് കിട്ടും. പിന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത് ആന്ധ്രാപ്രദേശായിരുന്നു. ആന്ധ്രാപ്രദേശാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒഡീഷയായിരുന്നു. അപ്പോൾ ഒഡീഷയുടെ ഗവൺമെൻറ് സൈറ്റിൽ കൂടെ കയറി നോക്കാം. ഇത് ഗവൺമെൻറ് ഓഫ് ഒഡീഷയുടെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാരാണ്? മോഹൻ ചരൺ മാഝി. പുള്ളി അവിടുത്തെ ചീഫ് മിനിസ്റ്ററാണ് മോഹൻ ചരൺ മാഝി. പിന്നെ എന്താ കൊടുത്തേക്കുന്നത്? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ 2 പേരും. ഓക്കെ, 2 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഗവർണറുടെ പേര് കൊടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, അതേപോലെ ഇവിടെയും കണ്ടോ, ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു സംസ്ഥാനത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ സൈറ്റിനകത്ത് കാണും. ഇതാണ് നമ്മുടെ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനം. അതിനകത്ത് എത്ര ജില്ലകളുണ്ട്? 30 ജില്ലകളുണ്ട്. പിന്നെ എത്ര ഇതൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെന്തോ കൊടുത്തേക്കുന്നത്? അതിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ഭുവനേശ്വറാണ്. പോപ്പുലേഷൻ ഏകദേശം 41.97 മില്യൺ എന്നൊക്കെ വേണേൽ പറയാം. അതും എന്തുവാണ്, പോപ്പുലേഷന് 11ാമത്തെ സ്ഥാനത്താണ്. ഏരിയയിൽ 9ാമത്തെ സ്ഥാനത്താണുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യം നമുക്ക് ഇതുപോലുള്ള ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സീമാന്ധ്രയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോവാം. എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, നമുക്കുള്ള അരിയും സാധനങ്ങളുമൊക്കെ സീമാന്ധ്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഒഡീഷയുടെയും സീമാന്ധ്രയുടെയും ഒഡീഷയുടെയും കൂടെ സൈറ്റിൽ കയറി നോക്കിയത്. മുളക്, മല്ലി, പയർ, കടല കേരളത്തിന് പുറത്തു നിന്നും എത്തുന്ന സാധനങ്ങളാണ്. ഒട്ടുമിക്കതും
എന്നെനിക്ക് ബോധ്യമായി. മീൻസ് ആ കുട്ടി പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ പൂക്കളുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. പൂക്കളും നമ്മുടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, പൂക്കൾ തുടങ്ങിയവയിൽ ഭൂരിഭാഗവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരേണ്ടി വന്നിരുന്നു. അതായത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി നോക്ക്, പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തുകൂടെ? എന്തിനാ ഇതൊക്കെ? ഇതിന് എന്തൊക്കെയാണ് അടിസ്ഥാനമായി വേണ്ടത്? അപ്പോൾ നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ വേണം, ജലലഭ്യത വേണം, മനുഷ്യാധ്വാനവും വേണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. അയൽനാടുമായിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടാണല്ലോ. തമിഴ്നാടിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തമിഴ്നാടിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കാർഷിക സാഹചര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. അതായത് ഇതിന് മെയിനായിട്ട് 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. മീൻസ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കേരളത്തിൻ്റെതും ഒന്ന് തമിഴ്നാടിൻ്റെതുമാണ്. കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കേരളം, തമിഴ്നാട്. ഇനി അതിനകത്തുള്ള മണ്ണിനങ്ങളാണ് കൊടുത്തത്. എക്കൽ മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, വനമണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്. അപ്പം കേരളത്തിൻ്റെ മണ്ണിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കേരളത്തിൻ്റെ മണ്ണിന് വേണ്ടി ഒരു സൈറ്റുണ്ട്. ഞാൻ തമിഴ്നാടിൻ്റെത് നോക്കിയിട്ട് കണ്ടില്ല. കേരളത്തിൻ്റെ സോയിലിന് ഒരു സൈറ്റ് കിടപ്പുണ്ട്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള എന്നും പറഞ്ഞിട്ട് അതിനകത്തൊരു മാപ്പ് കിടപ്പുണ്ട്. അതെന്തുവാണ് നിർത്തേക്ക് നോക്കാം. ആ മാപ്പിനകത്ത് കണ്ടോ, ഇത്രയും ടൈപ്പ് ഓഫ് മണ്ണുകളാണ് നമുക്കുള്ളത്. അതായത് കോസ്റ്റൽ അലൂവിയം, ആസിഡ് സലൈൻ, കരി സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, ഹിൽ സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ. ഈ പിക്ചറും കൂടെ നോക്കാം. പിക്ചറിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ഏതാണ്? ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പാണ്. അതായത് ലാറ്ററൈറ്റ് സോയിലാണ് കൂടുതലുള്ളത്. പിന്നെ കാണുന്ന ഒരു ലൈറ്റ് ഗ്രീനാണ് അല്ലേ? നമ്മുടെ ഈ കളർ കാണുന്നത് ഈ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഹിൽ സോയിലാണ്. ഹിൽ സോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വനമണ്ണായിരിക്കും. ഓക്കെ. ഇനി ഈ ഫോറസ്റ്റ് സോയിൽ അതല്ലേ, ഫോറസ്റ്റ് സോയിലല്ലേ വനമണ്ണ്. അപ്പം ഹിൽ സോയിൽ എന്ന് പറയുമ്പോൾ എന്തെന്നായിരിക്കും? പർവ്വത മണ്ണായിരിക്കും അല്ലേ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പോട്ടെ. ഓക്കെ. അപ്പോൾ ഈ ഹിൽ സോയിൽ എന്ന് പറഞ്ഞ് ലൈറ്റ് ബ്ലൂ കളറിൽ കിടക്കുന്ന സാധനമാണ് രണ്ടാമത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ ഡാർക്ക് ഗ്രീൻ ആയിട്ട്, അതായത് ഡാർക്ക് പച്ച കളറിൽ കിടക്കുന്ന സാധനം ഫോറസ്റ്റ് സോയിലാണ്. അതൊക്കെ ഈ കാട് വനമേഖലയാണ് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ വേറെന്തുണ്ട്? അതുകൊണ്ട് നമ്മുടെ ഈ തീരദേശ ഏരിയയിൽ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് കോസ്റ്റൽ അലൂവിയം. ഓക്കെ. പിന്നെ എന്ത് കളറുണ്ട്? പിന്നെ ഒരു ടൈപ്പ് മഞ്ഞ കളറുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ ആയിട്ട് മഞ്ഞ കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച്. അതെന്തുവാണ്? അലൂവിയം. ഓക്കെ. അങ്ങനെ ടോട്ടലി ഈ കൊടുത്തിരിക്കുന്ന അത്രയും ടൈപ്പ് ഓഫ് സോയിൽസാണ് കേരളത്തിൽ ഉള്ളത്. കുറേ സോയിലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആകെ ഇത്ര സോയിലാണ് നമ്മുടെ സോയിൽ സർവേയുടെ കണക്കനുസരിച്ച് ഉള്ളത്. അത് ക്ലിയർ ആണല്ലോ. കോസ്റ്റൽ അലൂവിയം ഉണ്ട്, ആസിഡ് സലൈൻ ഉണ്ട്. ആസിഡ് സലൈനൊക്കെ നമ്മുടെ ചെറിയ ഭാഗങ്ങളിലാണ് കാണുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, കുറവാണ്. പിന്നെ കറി സോയിലുണ്ട്. അതെന്തുവായിരുന്നു? അതിവിടെ ഉണ്ടോ? അതിനിവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഡാർക്ക് ഗ്രീനിൻ്റെ വേറൊരു വെറൈറ്റി കളറാണ്. എന്തെങ്കിലും കുഞ്ഞു കോമയായിട്ടാണെങ്കിൽ കാണത്തുള്ളെന്ന് തോന്നുന്നു. പിന്നെ ലാറ്ററൈറ്റ് സോയിലുണ്ട്, റെഡ് സോയിലുണ്ട്. റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്. അതുകൊണ്ട് ഈ അറ്റത്ത് കിടപ്പുണ്ട്. അതായത് ഇത് ഏത് സംസ്ഥാനമാണ്? ഏത് ജില്ലയാണ്? തിരുവനന്തപുരത്തിൻ്റെ എൻ്റെ ഒരിച്ചിരി റെഡ് സോയിൽ കാണുന്നുണ്ട്. അങ്ങോട്ട് മുകളിലോട്ടങ്ങനെ ഉണ്ടോ? അവിടെയൊന്നും കാണുന്നില്ല. പിന്നെ ഉള്ളത് ഹിൽ സോയിൽ പലയിടത്തും കാണുന്നുണ്ട്. ബ്ലാക്ക് കോട്ടൺ സോയിൽ അതാണ്ട് ഇവിടെ ഈ സ്ഥലത്ത്. ഇത് ഏതായിരുന്നു? നമ്മൾ വേണ്ടാത്തതിലൊക്കെ കുത്തിയെന്നാണ് തോന്നുന്നത്. ബാക്ക് പോയാൽ എൻ്റെ ബാക്ക് കാണുന്നില്ല. ഈശ്വര, എവിടെ ഓൺ ആയത്? എറർ നോട്ട് ഫൗണ്ട്. എവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ബ്ലാക്ക് കോട്ടൺ സോയിൽ. അതായത് ഏതായിരുന്നു? പാലക്കാട് ജില്ലയിൽ കുറച്ച് ബ്ലാക്ക് കോട്ടൺ സോയിൽ കാണുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റ് സോയിലുള്ളത് പിന്നെ ഈ ഏരിയയിലെല്ലാം കുറേശ്ശെ അത് ഈ ഹിലി ഏരിയ മീൻസ് മലയുള്ള ഏരിയകളിൽ അവിടെയൊക്കെ കുറേശ്ശെ എന്തുണ്ട്? ഫോറസ്റ്റ് സോയിലും ഉണ്ട്. ഏകദേശം മാപ്പ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും തിരിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിടത്ത് പോവാം. അവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ മെയിനായിട്ട് എക്കൽ മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെമ്മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, തീരദേശ മണ്ണും ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള മണ്ണുകൾ ഏതൊക്കെയാണ്? ഇവിടെയും ചെമ്മണ്ണുണ്ട്, അവിടെയും ചെമ്മണ്ണുണ്ട്. കറുത്ത മണ്ണുണ്ടോ ഇപ്പുറത്ത്? ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റിലില്ല. പിന്നെ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്. തീരദേശ മണ്ണ് നമുക്കുണ്ട്, പക്ഷേ ഇതിനകത്ത് എഴുതിയിട്ടില്ല. പൊതുവേ ഇത് രണ്ടുമാണ് ഉള്ളത്. ഇനി ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും മഴയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു അല്ലേ, ജലലഭ്യത. ഓക്കെ, വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ? കേരളത്തിലെ വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിൽ എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. അതിൽ 3 എങ്ങോട്ട് ഒഴുകുന്നു? കബനി, ഭവാനി, പാമ്പാർ. എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടും. ബാക്കിയെല്ലാം 41 പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത് അല്ലേ. ഓക്കെ, ഇനി മഴ ലഭിക്കുന്നതിനാൽ പലയിടങ്ങളിലും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത ഇല്ല. അപ്പം നമുക്ക് എല്ലായിടത്തും മഴ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജലസേചനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ വാർഷിക മഴ എത്രയാണ് തമിഴ്നാട്ടിൽ? ആകെ 95.9, അതായത് 95.9% എന്തുണ്ട് സെൻറ്റിമീറ്റർ മഴയെ അവിടെ പെയ്യുന്നുള്ളൂ. ആകെ എത്ര നദികളാണുള്ളത്? ആകെ 14 നദികളെ തമിഴ്നാട്ടിലുള്ളൂ. അപ്പം നമുക്ക് 44, അവിടെ വെറും 14. ഓക്കെ, എന്നിട്ടും അവരെന്നാണ് നമ്മൾ സാധനം ഇങ്ങോട്ട് മേടിക്കുന്നത്. ഇനി മഴ കുറവായതിനാൽ ജലസേചന സൗകര്യം വ്യാപകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവിടെ മഴയില്ല, പക്ഷേ കൃഷി ചെയ്യണം. സോ അവിടെ എന്ത് ചെയ്യണം? എന്തെങ്കിലും ജലസേചന സൗകര്യം ഏർപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും കാര്യം? നമുക്ക് മണ്ണൊക്കെ ഏകദേശം എന്തുവാണ്, കുഴപ്പമില്ലാത്ത രീതി ഒരേ കണക്കൊക്കെ തന്നെ തോന്നുന്നത് ഇതിൻ്റെത്. തമിഴ്നാടിൻ്റെ മാപ്പ് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. കിട്ടിയ മാപ്പ് എനിക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല, അതാണ് ഞാനത് എടുക്കാതിരുന്നത്. പിന്നെ കേരളത്തിൽ മഴയുണ്ട്, നദിയുണ്ട്, എല്ലാ ഇതുമുണ്ട്, അതുകൊണ്ട് നമ്മളൊരു പണിയും ചെയ്യുന്നില്ല, നമ്മൾ അപ്പുറത്തുനിന്ന് വാങ്ങിക്കുന്നു. ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ എക്കൽ മണ്ണ് കേരളത്തിലാണുള്ളത്. ഓക്കെ, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഏത്? എക്കൽ മണ്ണ്. ഈ നദികളുടെ തീരങ്ങളിൽ നദി വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അടിഞ്ഞുണ്ടാകുന്ന മണ്ണിനെയാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. അതിനകത്താണ് അതിന് പുതിയ മണ്ണിനും പഴയ മണ്ണിനും ഒക്കെ പേരൊക്കെ പറയത്തില്ലേ, അതൊക്കെ വേറെ ഏതോ സെക്ഷനിലാണെന്ന് തോന്നുന്നു. ഇനി മഴയുടെ ലഭ്യതയാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്, അത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെ നിഗമനത്തിലെത്താമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്രയും നിഗമനത്തിൽ മെയിനായിട്ട് എത്താം. ഇനി കൃഷിക്ക് അനുകൂലമായ ഈ സാഹചര്യങ്ങളെ കേരളം ഒരു കാലത്ത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. അതായത് പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധവിളകളും വളരുന്നതിന് അനുകൂല സാഹചര്യമുള്ള നാടാണ് കേരളം. അത് നമ്മളതിൻ്റെ മെയിനായിട്ടുള്ള ഭൂപ്രകൃതിയെ പറ്റി വരുമ്പോഴത്തേക്ക് ക്ലിയർ ആവും കേട്ടോ. ഇനി കേരളത്തിൻ്റെ വിവിധ കാർഷിക വൈവിധ്യവും അതിന് കാരണമായ ഭൂപ്രകൃതി സവിശേഷതകളും നമുക്ക് പരിചയപ്പെടാം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. ഓക്കെ ആണല്ലോ, അത് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ചതാണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി ഈ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ പറ്റിയാണ് അടുത്ത സെക്ഷനിൽ പറയാൻ പോകുന്നത്. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ് നമ്മുടെ ഭൂപ്രകൃതി. ഈ പിക്ചർ കണ്ടോ? പിക്ചർ നമുക്ക് ഈ കിടക്കുന്ന ബോക്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഏതൊക്കെയോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ മഞ്ഞ കൊടുത്തിരിക്കുന്നത് തീരപ്രദേശം, പച്ച ഇടനാട്, ചുവപ്പ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്ററിനേക്കാളും ഉയരം കുറഞ്ഞ പ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക് ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട്. ഓക്കെ, അപ്പം തീരപ്രദേശം എന്ന് പറയുന്നത് എന്താണ്? തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്റർ, അതിനെക്കാട്ടിയും ഉയരം കുറഞ്ഞ പ്രദേശങ്ങളാണ് തീരപ്രദേശം. എന്നാൽ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക് ഹൈറ്റ് വരുന്ന പ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇടനാട്. ഇനി 75 മീറ്ററിനേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തെന്ന് പറയാം? അത് മലനാടായിരിക്കും. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം. നമ്മൾ മുകളിൽ നിന്ന് താഴാണ് പറയുന്നത്. ഈ സെക്ഷൻ മലനാട്, ഇത് ഇടനാട്, ഇത് തീരപ്രദേശം. അപ്പം നമ്മുടെ മലനാട് ഏരിയ എല്ലാം ആരുമായിട്ടാണ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്?
ഒന്ന് തമിഴ്നാടും ഒന്ന് കർണാടകയാണ്. പിന്നെ നമ്മളെ തീരപ്രദേശം എന്ന് പറയുന്നത് കടൽ ഫേസ് ചെയ്താണ് കിടക്കുന്നത്. നമ്മുടെ മാപ്പിൻ്റെ അതായത് ഇങ്ങനെയല്ലേ വരുന്നത്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അതായത് നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏത് കടലാണ് ഈ സൈഡിൽ കിടക്കുന്നത്? അറബിക്കടൽ അല്ലേ. അറബിക്കടലാണ് ഫേസ് ചെയ്ത് കിടക്കുന്നത് ഈ തീരപ്രദേശത്തുള്ള മീൻസ് തീരപ്രദേശം. എന്തോ അതിൻ്റെ ഇടയിൽ കൂടെ കയറുന്നത്, എന്തോ കൈതട്ടി കയറിപ്പോയി. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. നമുക്ക് ആകെ എത്ര ഇപ്പോൾ ബേസിക്കായിട്ട് 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് വന്നത്. ഒന്ന് മലനാട്, ഇടനാട്, തീരപ്രദേശം. 75 മീറ്ററിനേക്കാൾ ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിനേക്കാൾ ഉയരമുള്ള പ്രദേശങ്ങൾ മലനാടെന്ന് പറയും. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക് ഉയരമുള്ള പ്രദേശങ്ങൾ ഇടനാടെന്ന് പറയും. 7.5 മീറ്ററിനേക്കാൾ ഉയരം കുറഞ്ഞ പ്രദേശങ്ങളെ തീരപ്രദേശം എന്ന് പറയും. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു കാര്യം, ഈ ബുക്ക് 2016 ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റകൾ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കുറേ കൂടെ ഇപ്പോൾ കറണ്ട് ഡേറ്റയോടെ നോക്കി പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഈ പിക്ചറിൽ പ്രത്യേകിച്ച് ഡേറ്റ വ്യത്യാസമൊന്നും വരുന്നില്ല, ഞാൻ ജനറലി പറഞ്ഞതാണ്. ഇനി കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഹെഡിങ് എന്തുവായിരുന്നു? മലനാട്. ആദ്യം മലനാടാണ് പഠിക്കുന്നത്. കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും കൂടുതലാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മുകളിലോട്ട് പോകുന്തോറും, അതായത് ഈ മല മുകളിലോട്ട് കയറുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? തണുപ്പ് കൂടുതലായിരിക്കും. ഉയരം കൂടുന്നതനുസരിച്ച് തണുപ്പ് കൂടും. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടം. ഇവിടെ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഏലം, തേയില എന്നീ വിളകളാണ്. അതുകൊണ്ട് അതിൻ്റെ പടമൊക്കെയാണ് കൊടുത്തേക്കെന്ന് തോന്നുന്നു. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് അതിൻ്റെ ഈ കിടക്കുന്ന സാധനം വേണം. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് എന്തൊക്കെ? താപനില 30 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെയാണ്. 30 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താപനില കുറവാണ് താപനില. ധാരാളമായി എന്ത് ചെയ്യും? മഴ ലഭിക്കുന്നുണ്ട്. നീർവാഴ്ചയുള്ള മണ്ണായിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ. പിന്നെ മലനാടിൻ്റെ സ്ഥാനം കണ്ടല്ലോ. മലനാടിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് നോർത്ത്, നമ്മൾ ഈ ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ ഏരിയയിലാണ് എന്ത് കിടക്കുന്നത്? മലനാട് കിടക്കുന്നതെന്ന് പറയാം. കേരളത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ നമ്മൾ ഏലവും തേയിലയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. ധാരാളം മഴ ലഭിക്കും. നീർവാഴ്ചയുള്ള മണ്ണായിരിക്കും. ഇനി ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾക്കും തേയില, കാപ്പി തുടങ്ങിയവയ്ക്കും അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഈ ഒരു ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ആ പ്രത്യേകതകൾ വേണ്ട വിളകളാണ് അല്ലേ? അതായത് ഈ പെർട്ടിക്കുലർ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് ഈ പെർട്ടിക്കുലർ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന വിളകൾ അവിടെ വളരും. അതിലുള്ളതാണ് ഏതൊക്കെ? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി എന്നല്ല അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നും ലഭിച്ച സുഗന്ധവിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയത്. അപ്പോൾ ഇതൊക്കെ തപ്പിയാണ് അവർ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അടിമകളാക്കി, നമ്മൾ കിടന്ന് സമരം നടത്തി, ലാസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ, ചേഞ്ച് വന്നുകൊണ്ടിരിക്കുമല്ലോ. അതനുസരിച്ച് ഈ ഉൽപ്പാദനത്തെ ഇത് ബാധിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ബോക്സിൽ ഒരാൾ കിടക്കുന്നുണ്ടോ? ജോൺ ജോസഫ് മെർഫി. ജെ മെർഫി എന്നെഴുതാം. ജോൺ ജോസഫ് മെർഫി. അയർലൻഡ് സ്വദേശിയായ ഇദ്ദേഹം ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാ? ജെ മെർഫി അല്ലെങ്കിൽ ജോൺ ജോസഫ് മെർഫി പിതാവാണെന്നറിയപ്പെടുന്നു. ഓക്കെ. ഇനി അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായി 1902 റബ്ബർ കൃഷി തുടങ്ങി. അപ്പോൾ 1902 പുള്ളി റബ്ബർ കൃഷി തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മെർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ ഇദ്ദേഹം പണിതുപോയി. പുള്ളി വെറും ഒരു
ഒരു പ്ലാന്റർ മാത്രമായിട്ടില്ലാതെ നാട്ടുകാർക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എല്ലാം പുള്ളി പണിതെന്നാണ് പറയുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ഏർപ്പെടുക. അപ്പോൾ പുള്ളി ആരായിരുന്നു? ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവാണ് ജോൺ ജോസഫ് മെർഫി, ജെ മെർഫി എന്ന് വേണമെങ്കിൽ ഷോർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും അടുത്ത ഏതാ വരുന്നത്? ഇടനാട്. ഒന്നുകൂടെ ചോദിക്കട്ടെ, മലനാട്ടിലെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? താപനില 30 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി കുറവായിരുന്നു, നീർവാഴ്ചയുള്ള മണ്ണായിരുന്നു, എപ്പോഴും മഴ ലഭിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ തന്നെയല്ലോ. എപ്പോഴും മഴ ലഭിക്കുന്നുണ്ടോ? ധാരാളമായി മഴ ലഭിക്കുന്നു. എപ്പോഴും ലഭിക്കുന്നില്ല, ധാരാളമായി മഴ ലഭിക്കുന്നുണ്ട്. അവിടെ നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്ത സാധനങ്ങൾ ഏതൊക്കെയാണ്? ഏലമുണ്ട്, കുരുമുളകുണ്ട്, കാപ്പി, പിന്നെ തേയില, പിന്നെ എന്തുണ്ടായിരുന്നു? വേറെ എന്തുണ്ടായിരുന്നു? ഇഞ്ചി, മഞ്ഞൾ. ഞാൻ മറന്നുപോയി, സോറി. ഇഞ്ചി, മഞ്ഞൾ, ഇതെല്ലാം സുഗന്ധ വിളകളൊക്കെ പൊതുവെ അവിടെ ആടുന്നു. ഇനി ഇടനാട്. തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. അപ്പോൾ തീരപ്രദേശം എന്ന് പറയുമ്പോൾ എത്ര ഉയരം ഉണ്ടായിരുന്നു? 7.5 മീറ്ററിനേക്കാൾ ഉയരം കുറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന്. മലനാടെന്ന് പറഞ്ഞാൽ 75 മീറ്ററിനേക്കാൾ കൂടുതൽ ഉയരത്തിലുള്ളത്. ഇടനാടെന്ന് പറയുമ്പം ഈ രണ്ട് വാല്യൂൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശമാണ് ഏത്? ഇടനാടെന്ന് പറയുന്നത്. ഭക്ഷ്യധാന്യങ്ങൾ ആണല്ലോ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിള വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. മറ്റേതൊക്കെ വിളകളാണ് ഇടനാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നതെന്ന് ചിത്രം നോക്കിയിട്ട് റബ്ബറൊക്കെ കിടക്കുന്നുണ്ടല്ലേ? റബ്ബറല്ലേ? ഇതെന്ത് സാധനം എന്തോല്ലോ? ഈ സാധനം എനിക്ക് കണ്ടിട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ധാരാളമായി ലഭിക്കുന്ന മഴ. ഓക്കെ, ധാരാളമായി ലഭിക്കുന്ന മഴ ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും, അപ്പോൾ ഇവിടെ ഉള്ളത് ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്, എക്കൽ മണ്ണും ഉണ്ട്. ഇന്നും സാമാന്യം കനത്ത ആവരണം തുടങ്ങിയ അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണം. അപ്പോൾ നേരത്തെ നമ്മൾ മലനാട് പറഞ്ഞപ്പം താപനില പറഞ്ഞായിരുന്നു, ഇവിടെ താപനില മെൻഷൻ ചെയ്തിട്ടില്ല. ധാരാളമായി ലഭിക്കുന്ന മഴ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളമായി മഴ ലഭിക്കുന്നു. ധാരാളമായി മഴ ലഭിക്കുന്നു. പിന്നെ ഇവിടുത്തെ മണ്ണിനങ്ങൾ പ്രധാനമായിട്ടുള്ള ഏതൊക്കെയാണ്? ഒന്ന് ലാറ്ററൈറ്റ്, പിന്നെ ഉള്ളത് എക്കൽ മണ്ണ്. ഓക്കെ, ഇനി നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്ന എന്താണ്? പലതരത്തിലുള്ള ഐറ്റംസ് കൃഷി ചെയ്യും. മെയിനായിട്ട് പച്ചക്കറി ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, പിന്നെ ഏതുണ്ട്? വേറെ വല്ലതും ഉണ്ടായിരുന്നോ? പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗം, ഭക്ഷ്യധാന്യം വിട്ടുപോയി. ഓക്കെ, കേരളത്തിലെ പ്രധാന വാണിജ്യ വിളയാണ് റബ്ബർ. കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഇവിടമാണ്. ഓക്കെ, അതായത് റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മലനാട്ടിലാണോ? അല്ല, ഇടനാട്ടിലാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യം എവിടെയാണ്? ഇടനാടിൻ്റെ ഹൈറ്റ് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക് ഹൈറ്റുള്ള പ്രദേശങ്ങൾ. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജെ മെർഫി, ജോൺ ജോസഫ് മെർഫി അല്ലേ? പുള്ളിയുടെ പടം ജോൺ ജോസഫ് മെർഫി. അതെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഓക്കെ ഈ മേഖലയിൽ റബ്ബർ കൃഷി വ്യാപകമായത്. അതുവരെ ഇവിടെ എന്തുവാ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്തിരുന്നു. ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിള വൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുന്നതാണ് റബ്ബറിൻ്റെ മേന്മ. അത് റബ്ബറിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തുവാ? ഒരു പ്രാവശ്യം നട്ട് നമ്മളത് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് വിളവ് ലഭിച്ചുകൊണ്ടേയിരിക്കും. റബ്ബറിന് നല്ല മാർക്കറ്റാണ്. അതുകൊണ്ട് ഈ കൃഷി, അതായത് കാച്ചിലും ചേനയും ചേമ്പൂക്കും ഇപ്പോൾ ആരും കഴിക്കത്തോലും ഇല്ലെന്നാണ് തോന്നുന്നത്, കുറവാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ കൃഷി ചെയ്യുമ്പോഴും പച്ചക്കറിയും കൃഷി ചെയ്താലും ഒക്കെ കിട്ടുന്ന ലാഭത്തിനെക്കാട്ടി കൂടുതൽ ലാഭം ഏതിന് കിട്ടും?
റബ്ബറിന് കിട്ടും. അപ്പം കൂടുതൽ ലാഭമുള്ള പണിയല്ലേ നമ്മൾ ചെയ്യൂ. സോ റബ്ബർ ഈ ഏരിയ എല്ലാം കൈയടക്കി എന്ന് പറഞ്ഞു. വീണ്ടും ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മെർഫി കേട്ടോ. പിന്നെ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം ഏതായിരുന്നു? ഇടനാട്. ഇടനാടിൻ്റെ ഉയരം എവിടെ തൊട്ട് ഏതുവരെ ആയിരുന്നു? 7.5 മീറ്റർ മുതൽ 75 മീറ്ററിന് ഇടയ്ക്ക് ഹൈറ്റ് ഉള്ളത്. ഇനി 75 മീറ്ററിനേക്കാൾ അധികം ഹൈറ്റ് ഉള്ളതാണെങ്കിൽ അത് എന്തിൽ വരും? അത് മലനാട്ടിൽ വരും. അപ്പോൾ മലനാട്ടിലെ താപനില എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ധാരാളമായി മഴ ലഭിക്കുന്നുണ്ട്. നീർവാഴ്ചയുള്ള മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്തൊക്കെ കൃഷി ചെയ്തായിരുന്നു? ഏലം, മഞ്ഞൾ, ഇഞ്ചി, പിന്നെന്താ കൃഷി ചെയ്ത്? കുരുമുളക്, തേയില, കാപ്പി, ഇതെല്ലാം കൃഷി ചെയ്ത്. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് തീരപ്രദേശത്തോട്ട് പോകാം. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത പ്രദേശമാണ് തീരപ്രദേശം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ, എത്രയായിരുന്നു ഉയരം? 7.5 മീറ്ററിനേക്കാൾ കുറവായിരുന്നു. ഇനി എന്തൊക്കെയാണ് തീരപ്രദേശത്തെ മുഖ്യ വിളകൾ? ചിത്രം 3.4 പരിശോധിക്കൂ. എന്തോ ഇത്? നെല്ലല്ലേ ഇത്? നെല്ലാണോ തെങ്ങാണോ ഉദ്ദേശിക്കുന്നത്? നെല്ലും തെങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് നോക്കാം എന്താണെന്ന്. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ തീരപ്രദേശങ്ങളിലുള്ളത് തീരപ്രദേശം എന്ന് പറയുന്ന ആ ഏരിയയിൽ എക്കൽ മണ്ണും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട്? അതായത് താഴ്ന്ന ഇടങ്ങളിൽ എക്കൽ മണ്ണും ഉണ്ട്, തീരപ്രദേശങ്ങളിൽ ഉപ്പുരസമുള്ള എക്കൽ മണ്ണും ഉണ്ട്. ഈ സാധാരണ എക്കൽ മണ്ണിൽ നമ്മൾ എന്ത് കൃഷി ചെയ്യും? നെൽകൃഷിയും ചെയ്യും, ഉപ്പുരസമുള്ള തെങ്ങും കൃഷി ചെയ്യും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായി മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. അതായത് നേരത്തെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം അവർ എന്താക്കി? അവിടെ കൃഷി മതിയാക്കിയിട്ട് താമസം ആരംഭിച്ചു. വിത്ത്, വളം തുടങ്ങിയവയിലെ വില വർധനവ് കൃഷി ആദായകരമല്ലാതാക്കി. ആണല്ലോ, ഈ വില കൂടുമ്പോഴത്തേക്കും നമ്മൾ പണി മതിയാക്കും. ഇനി ഇതുമൂലം കർഷകർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ നിർബന്ധിതരായി. വിലക്കയറ്റം ഒരു പ്രശ്നമാണ് ജോലി ചേഞ്ച് ആവുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ തീരപ്രദേശത്തെ മെയിനായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഉപ്പുരസമുള്ള എക്കൽ മണ്ണിൽ നമ്മൾ തെങ്ങും കൃഷി ചെയ്യും, അല്ലാതുള്ള എക്കൽ മണ്ണിൽ നമ്മൾ നെല്ലും കൃഷി ചെയ്യും. തൊട്ട് മുമ്പ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇടനാടാണ്. ഇടനാടിൽ നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യും, കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യും, അതിനൊക്കെ ഭക്ഷ്യധാന്യങ്ങളും കൃഷി ചെയ്യും. മുകളിലോട്ട് മീൻസ് മലനാട്ടിലാണ് നമ്മൾ പൊതുവേ എന്ത് കൃഷി ചെയ്യുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത് മലനാട് ഏരിയയിലാണ്. അവിടെ തണുപ്പാണ്, തണുപ്പിന് ഇതായിട്ടുള്ള. അപ്പോൾ ഇനി എന്തോ? കൃഷിയെ നെഞ്ചിലേറ്റിയ നാട്. ഇത് നമ്മൾ കൃഷിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പണ്ടത്തെ കേരളം ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവായി അനേകം ആഘോഷങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ചില പഴഞ്ചൊല്ലുകൾ, അതായത് കുമ്പത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുമ്പത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല, ഇതെല്ലാം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിലുള്ള തെളിവായിട്ട് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ മലയാളത്തിലൊക്കെയാണ് ഈ പഴഞ്ചൊല്ലും സംഭവമൊക്കെ വരുന്നത്. അതൊക്കെ മലയാളമാണ്. ഇനി മാറുന്ന ഭൂവിനിയോഗം, മാറുന്ന ജീവിതക്രമം മാറുമ്പോൾ ഭൂവിനിയോഗവും മാറും. കേരളത്തിലെ ചില പ്രധാന വിളകളുടെ ഭൂവിസ്തൃതിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് തന്നിരിക്കുന്നത്. ഈ പട്ടിക കണ്ടോ? പട്ടികയിൽ 1961 ഡേറ്റയും ഉണ്ട്, അതുപോലെ 2011 ഡേറ്റയും ഉണ്ട്. അപ്പം നെല്ല് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നെല്ല്, മരച്ചീനി, തെങ്ങ്, റബ്ബറാണ്. നെല്ല് ആ സമയത്ത് 7.5 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഭൂവിസ്തൃതി എന്താണ്? 1,00,000 ഹെക്ടറിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 1,00,000 ഹെക്ടറിൽ പറഞ്ഞപ്പോഴത്തേക്കും ആ നെല്ല് ഒരു 2011 ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് 2.08 ആയി. ഒരുപാട് കുറഞ്ഞ്. 7.5 എന്ന് പറയുന്നത് 2.08 പിന്നെ മരച്ചീനിയും അതേ കണക്ക് തന്നെ 2.37 ഓൾറെഡി ഉണ്ടായിരുന്നുള്ളത് 0.75 മാറി 11 ആയപ്പോൾ 2011. തെങ്ങിൻ്റെ വാല്യൂ കൂടി വന്നല്ലേ, 5.05 ആയിരുന്നു, അത് 8.21 മാറി. റബ്ബറിൻ്റെതും അതേപോലെ തന്നെ 1.33 ആയിരുന്നത് 5.40 മാറി. അതായത് നെല്ലിൻ്റെയും മരച്ചീനിയുടെയും കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഏരിയ കുറയുകയും ഇത് രണ്ടും എന്ത് ചെയ്തു? ഇവിടെയും കുറയുകയും ഇങ്ങോട്ട് ഈ രണ്ട് വാല്യൂ, അതായത് തെങ്ങിൻ്റെയും റബ്ബറിൻ്റെയും കൃഷി കൂടുകയും ചെയ്യും. ഈ ഡേറ്റ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്?
നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് ഈ ഡേറ്റ എടുത്തിരിക്കുന്നത്. അപ്പം ഇതിപ്പം എടുത്തിരിക്കുന്ന 2011 ഡേറ്റയാണ്. സെൻസസ് നടന്നത് 2011 അപ്പോൾ ഞാനിത് ഇതിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇതുമാതിരി ഭൂവിസ്തൃതി ടോട്ടലി ഉള്ള ഡേറ്റ കിട്ടിയിട്ടില്ല. രണ്ട് രീതിക്കുള്ളൊരു ടൈപ്പ് ഡേറ്റയാണ് കിട്ടിയത്. അത് വേണമെങ്കിൽ കാണാം. ഇതാണ് സർവേയുടേത്. ഞാൻ എൻ്റെ നമ്പർ എടുത്ത് കിട്ടുന്നതാണ്, ഇപ്പോൾ കാണുന്നില്ല. അതായത് ക്രോപ്പിംഗ് പാറ്റേൺ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണ്. അതിൽ എത്രമാത്രം ഏരിയയിൽ എത്രമാത്രം സാധനങ്ങൾ കൃഷി ചെയ്യുന്നു എന്നുള്ളത്. ഇത് 2015-16 കണക്ക്, 16-17 സർവേയാണ്. 16-17. അപ്പോൾ അതിനകത്ത് ക്രോപ്പിൻ്റെ പെർസെൻറ്റേജ് ഇറിഗേറ്റഡ് ഏരിയക്കകത്ത് 3.99% നെൽകൃഷിയുണ്ട്, പാഡി. പിന്നെ കോക്കനട്ട് 27.43. ബാക്കിയുള്ള ക്രോപ്സ് 32.40. കാഷ്യൂ, കോഫി ഒക്കെ കുറവാണ്. റബ്ബർ 0.26% ഉള്ളൂ. ഇറിഗേറ്റഡ് ഏരിയയാണ്. ടപ്യോക്ക 1.27% ഉണ്ട്. ആർക്കനട്ട് 6.05. ഈ കോക്കനട്ടിൻ്റെ ഏരിയ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ. പാഡിയും ഉണ്ട്. ഈ ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ടോട്ടലി ഉള്ളതാണ്. ഇനി ഭൂവിസ്തൃതി ടോട്ടലി ആകെയുള്ള ഭൂവിസ്തൃതിക്കകത്ത് എന്തുമാത്രം എന്നുള്ളതാണ് തന്നേക്കുന്നത്. ഇതവർ സെക്ഷൻ തിരിച്ചാണ് തന്നേക്കുന്നത്. അതായത് എവിടെയാണ് ഇത് ഈ ഇറിഗേറ്റഡ് ഏരിയയിലും തൊട്ട് താഴെ ഉള്ളത് അൺഇറിഗേറ്റഡ് ഏരിയയിലുമുള്ള കൃഷിയുടെ കാര്യമാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കേരളയുടെ സർവേയാണ്. 2016-17 സർവേയിലെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. മീൻസ് ഇത് വെച്ചിട്ട് ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഓരോ ഇനങ്ങളുടെയും എത്ര പെർസെൻറ്റേജ് കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര ഏരിയ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പൈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അതായത് കറണ്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം ഡേറ്റയിൽ മാറ്റം വരും. ഇങ്ങനെയുള്ള ഡേറ്റകളിൽ എത്ര കൃഷി ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി ഇതൊക്കെ ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ വിളകളുടെ ഭൂവിസ്തൃതിയിലാണ് കുറവ് രേഖപ്പെടുത്തിയത്? നമ്മൾ കണ്ടല്ലോ, നെല്ലും മരച്ചീനിയൊക്കെ കുറഞ്ഞു. ഏത് വിളയുടെ ഭൂവിസ്തൃതിയാണ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കുറഞ്ഞത് മരച്ചീനിയായിരുന്നു ഒന്ന് അല്ലേ. മരച്ചീനിയിൽ ഏറ്റവും കുറവ് 0.75 ഉള്ളൂ. ഏതൊക്കെ വിളയുടെ ഭൂവിസ്തൃതിയാണ് കൂടിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ഏതായിരുന്നു കൂടിയത്? റബ്ബറും തെങ്ങുമായിരുന്നു. അത് 8 ഏറ്റവും കൂടുതൽ തെങ്ങാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക വിശകലനം ചെയ്യുമ്പോൾ എന്തെല്ലാം നിഗമനങ്ങൾ രൂപീകരിക്കാം? നെല്ല്, മരച്ചീനി എന്നീ വിളകളുടെ കൃഷികളിൽ കുറവ് വരുമ്പോൾ റബ്ബർ കൃഷി വ്യാപിക്കുന്നതായി കാണാം. അത് നമുക്ക് കണ്ടായിരുന്നു. പിന്നെ എന്ത് പറഞ്ഞു? മരച്ചീനിയുടെ കൃഷി ഒരുപാടങ്ങ് കുറഞ്ഞു പോയതായിട്ട് മനസ്സിലാവും. അതേപോലെ നെല്ലിനും വളരെ വലിയ കുറവാണ് സംഭവിച്ചത്. അത് നമുക്ക് പറയാൻ പറ്റും. ഇനി സംസ്ഥാനത്തിൻ്റെ ഭൂവിനിയോഗത്തിലും ഇക്കാലയളവിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുളങ്ങളും വയലുകളും മണ്ണിട്ട് നികത്തി ഇതെന്തോ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് ഇത് പറ്റത്തില്ല. മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതും കുന്നിടിച്ചിലും കുന്നിൻ ചെരിവുകളിൽ അശാസ്ത്രീയമായി കൃഷി ചെയ്യുന്നതുമൊക്കെ കേരളത്തിൽ വ്യാപകമായിരുന്നു. പാസ്റ്റ് ടെൻസാണ്. ഇപ്പോൾ ആയിരിക്കും എന്നാണ്. കുളം വയലും ഒന്നും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നികത്തി വീട് വയ്ക്കാൻ പറ്റത്തില്ല. ഇനി മാറുന്ന ജീവിതക്രമം. പാടത്തും പറമ്പിലും മീൻസ് ഇത് കഥയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് പറ്റും? ഇവിടെ നേരത്തെ എന്തുവാണ്, പുതിയ തലമുറയ്ക്ക് കൃഷിയോട് താല്പര്യം ഇല്ല. നന്നായിട്ട് അധ്വാനിക്കണം, നമുക്ക് താല്പര്യമില്ല. അപ്പം കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന മേഖല ഏതാണ്? മീൻസ് IT ഫീൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പൊതുവെ ഈ എക്കണോമിക്സിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കൃഷിയാണ്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യവസായമായിട്ട് റിലേറ്റഡ് ആണ്. തൃതീയ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് അത് സർവീസസ് ആണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, നമ്മൾ ജോലി ചെയ്യുന്നു, അങ്ങനെയുള്ള അതാണ് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കൃഷി ചെയ്യുന്നത്, ഒരുപാട് പേര് കൃഷി ചെയ്യുന്നെങ്കിലും അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത് കുറവായിരിക്കും. കൃഷിയുടെ കേസിൽ വളരെ കുറച്ച് പേര് വർക്ക് ചെയ്താലും പ്രോഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എനിക്കൊന്ന് സർവീസസ് മേഖലയിൽ നിന്നായിരിക്കും. അതിനി നമ്മൾ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു 9
9-ലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 9-ലെങ്ങാണ്ടാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്കൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിൻ്റെ രോഗങ്ങളെ കാര്യമൊക്കെ പറയുന്നത്. പ്രമേഹത്തിൻ്റെ കാര്യം ഈ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ? ലോക പ്രമേഹ ദിനം എന്നായിരുന്നു? നവംബർ 14 അല്ലേ? അന്ന് തന്നെയായിരുന്നു ശിശുദിനവും. പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്നായിരുന്നു? ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു എവിടെ പ്രമേയം ഡയബറ്റിക്സ് ഡേയുടെ പ്രമേയം എന്ന് പറയുന്നത്. നാക്കങ്ങോട്ട് ഉളുക്കുക. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിങ് ഗ്യാപ്സ് എന്നുള്ളതായിരുന്നു യുഎന്നിൻ്റെ അല്ലല്ലോ, WHO നമ്മളെ വേൾഡ് ഡയബറ്റിക്സ് ഡേയുടെ പ്രമേയം. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിങ് ഗ്യാപ്സ്. 2023 കൂടെ നോക്കി വെച്ചേക്കണം. കാര്യം നമ്മൾ 24 പഠിച്ചാൽ അവർ 23 ചോദിക്കും. 23 പഠിച്ചാൽ 2000 ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാം പഠിക്കണം. അതാണല്ലോ PSCയുടെ. അപ്പോൾ ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. അത് മാലിന്യങ്ങളുടെ കാര്യമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വല്ല പദ്ധതികളും ഉണ്ടോ? നമ്മളിപ്പോൾ പുതിയ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ മറ്റേ ഹരിതകർമ്മസേനക്കാർ വന്ന് വീട്ടിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്യും. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മീൻസ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിച്ചിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ അത് കഴുകി ഉണക്കി അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ കൊണ്ടുപോയി അതിനെ എന്ത് ചെയ്യും? ശാസ്ത്രീയമായ രീതിയിൽ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. ഹരിതകർമ്മസേനയൊക്കെ ഇപ്പോൾ ഉണ്ട്. അത് മീൻസ് ഇത് 2016 ബുക്കാണ്. അപ്പോൾ അവർ പദ്ധതി വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം പദ്ധതിയൊക്കെ സെറ്റ് ചെയ്ത്. ഇനി ജൈവമാലിന്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജൈവമാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് ബയോഗ്യാസ് നിർമ്മിക്കാം. ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വീട്ടിന് കുക്കിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ബയോഗ്യാസ് കിട്ടും. അതിന് സർക്കാരിൻ്റെ സബ്സിഡി നൽകുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്തുവാണ്? ഭൂമിശാസ്ത്ര സവിശേഷതകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തെ, അതായത് പുതിയ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ പറയുന്നത്. അതിന് കുറച്ച് ഇതൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. പിള്ളേരെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കൃഷി ചെയ്യാൻ എന്തിനാ മണ്ണ്? കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷേ മണ്ണില്ല. നഗരവാസികളുടെ സ്ഥിരം പരാതികളിലൊന്നാണിത്. ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. ഹൈഡ്രോപോണിക്സ് അപ്പോൾ അതെന്തുവാണെന്ന് നോക്കണമല്ലോ. ഹൈഡ്രോപോണിക്സ് അതായത് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണിവിടെ. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ കുറച്ച് സ്ഥലം ഉള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ്. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അടുത്ത സാധനമാണ് എന്ത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷിരീതി നടപ്പാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലുമൊക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകില്ല. അപ്പോൾ 2 മെത്തേഡാണ് ഇവർ എഴുതിയേക്കുന്നത്. ഒന്ന് വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും ഒന്ന് ഹൈഡ്രോപോണിക്സും. ഇനി പിന്നെന്തോന്നിരിക്കുന്നത്? പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് 100 മേനി വിളവെന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ഇതെന്ത് എഴുതിയിരിക്കുന്നത്? കുട്ടനാടിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ്. ചുമ്മാ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെൽകൃഷിയിലാണ് അദ്ദേഹം തൻ്റെ കാർഷിക പരീക്ഷണം നടത്തിയത്. അതെങ്ങനെയെന്ന് അറിയണ്ടേ? ഇതാ കേട്ടോളൂ. ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചുമൂടി വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്കു മീതെ വീശിയൊഴിച്ചു. ജൈവമിശ്രിതമായതുകൊണ്ട് ചെടികളിൽ വീണാലും കുഴപ്പമില്ല. 15 ദിവസം വീതം ഇടവിട്ട് ഇത് 3 തവണ ആവർത്തിച്ചു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടികളിൽ നിറയെ കതിര്. രാസകൃഷി ചെയ്തു മറ്റു പാടങ്ങളിലൊക്കെ ഏക്കറിന് 2.5 ടൺ നെല്ല് കിട്ടിയപ്പോൾ തോമസിന് എത്ര കിട്ടി? 3 ടൺ കിട്ടിയെന്ന് പറയുന്നു. ഓക്കെ, ഈ ഇപ്പോൾ ഇങ്ങനെയുള്ള കർഷകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവരെയൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഈ പോയ കേരള പുരസ്കാരത്തിൽ ഒരു ജൈവ കർഷകയ്ക്കും ഉണ്ടായിരുന്നു പുരസ്കാരം. പുള്ളിക്കാരുടെ പേരെന്തുവായിരുന്നു? കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഞാൻ മറന്നുപോയി. അതുകൊണ്ടൊന്ന് നോക്കിയേക്കണം കേട്ടോ. ഇതുവരെ വന്നതല്ലേ. എന്നാലും
ഇനി ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ, ഈ മാതൃകയിൽ ചിലതെല്ലാം അനുകരണീയ ആണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട കൃഷിയെ പൂർണ്ണമായി തിരിച്ചു പിടിക്കാനാവില്ലെങ്കിലും മണ്ണിനെ നിലനിർത്താം. ഓക്കെ, ഇനി സർക്കാരിൻ്റെ പ്രോത്സാഹനം ഇത് നമുക്ക് വേണ്ടിവരും. കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും സർക്കാർ തലത്തിലുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അത്തരത്തിലുള്ള ഒരു സംരംഭമാണ്. അപ്പോൾ VFPCK എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, അല്ലെങ്കിൽ കൗൺസിൽ കേരള എന്നാണ്. എന്ന് പറയുന്നത് എന്തിനാണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കീമുകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് എന്തുണ്ട്? ഒരു ഹോർട്ടികൾച്ചർ മിഷനും പ്രവർത്തിക്കുന്നുണ്ട്. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്നതും ഈ മിഷൻ്റെ ലക്ഷ്യമാണ്. കൃഷി വകുപ്പും കുടുംബശ്രീ മിഷനും മറ്റും നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെക്കാട്ടി അധികം ഒരുപാട് പദ്ധതികൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലെങ്കിലും ഉണ്ട്. അപ്പോൾ ഇനി ചില നൂതന കൃഷി രീതികളാണ്. തൊട്ട് മുമ്പ് 2 കൃഷി രീതി പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? വെർട്ടിക്കൽ ഫാമിങ്ങോ അല്ലേ പറഞ്ഞത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും പിന്നൊരെണ്ണം ഹൈഡ്രോപോണിക്സ്, അത് 2 കൃഷി രീതിയായിരുന്നു. പിന്നെ വേറെ 2-3 കൃഷി രീതിയാണ് പറഞ്ഞേക്കുന്നത്. ഹരിതഗൃഹ കൃഷി രീതി അതെന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഫാമിംഗ് അഥവാ ഹരിതഗൃഹ കൃഷി. കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ ചെടികളെ വളർത്തും. ഇനി കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്തുവാ പറഞ്ഞേക്കുന്നത്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം അഥവാ വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണത്. ഓക്കെ, പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യതാ കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അതായത് എല്ലാം കറക്റ്റിന് കൊടുക്കണം. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യത എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ കൃത്യതാ കൃഷി എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റിന് കൊടുക്കുന്ന ഈ അനുയോജ്യമായ, അതായത് നീർവാഴ്ചയുള്ളതും സൂര്യപ്രകാശമുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? കൃത്യതാ കൃഷി അപ്ലൈ ചെയ്യാം. പിന്നെ ഫെർട്ടിഗേഷൻ. എന്തുവാ ഫെർട്ടിഗേഷൻ? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്ത്? ഫെർട്ടിഗേഷൻ. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. രാസവളങ്ങളോ? നമ്മൾ ജൈവവളത്തിൻ്റെ കാര്യമല്ലേ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്? പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അപ്പം ഫെർട്ടിഗേഷൻ. അപ്പോൾ നമ്മൾ പദ്ധതി കഴിഞ്ഞു. ഇനി കർഷക ദിനം എന്നാണ്? ചിങ്ങം 1. ഹരിത കേരളം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ജീവിതശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ട്. ഇത് പിള്ളേർക്ക് അവയർനെസ്സിനുള്ളതാണെന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യണം? കൃഷി ചെയ്യണം. ഭൂപ്രകൃതി, മണ്ണ്, കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാൻ നമ്മൾ പ്രവർത്തിക്കണമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തുവാ ഇതിൻ്റെ ടോട്ടലി ഇപ്പോൾ എന്തൊക്കെ പഠിച്ചത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യം, കാർഷിക വൈവിധ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ. കേരളത്തിൽ എത്ര നദിയുണ്ട്? 44 നദിയുണ്ട്. പാവം തമിഴ്നാടിന് എത്ര നദിയേ ഉള്ളൂ? 14 നദിയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കുന്നുണ്ട്. ഇവിടെ ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് കൊണ്ട് ജലസേചനത്തിന് ഒരുപാട് പദ്ധതികൾ നടത്തുന്നുണ്ട്. പിന്നെ എന്തുവായിരുന്നു ഇവിടെ? വേറെ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ലേ? നമുക്ക് എത്ര മഴ ലഭിക്കും? 300 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നിടത്ത് ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ലഭിക്കുന്നുണ്ട്? 95.9 സെൻറ്റിമീറ്റർ. ഒന്ന് ചെക്ക് ചെയ്യാം. 95.9 ഒന്ന് മഴ. ഇവിടെ 95.9 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കുള്ള മണ്ണിനങ്ങൾ ഏതൊക്കെയായിരുന്നു? എക്കൽ മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, വനമണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്. തമിഴ്നാടിന് ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്.
കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി കേരളത്തിൻ്റെ ഭൂവിനിയോഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃഷിയുടെ വ്യാപനത്തെ സ്വാധീനിക്കുന്നു. അത് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ കേരളത്തിൽ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് മലനാട്, ഒന്ന് ഇടനാട്, ഒന്ന് തീരപ്രദേശം. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ 7.5 മീറ്ററിനേക്കാൾ കുറവായിരിക്കും. 7.5നും 75 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ അത് ഇടനാട്. 75 മീറ്ററിനേക്കാൾ മുകളിൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ അത് മലനാടായിരിക്കും. ഈ മലനാട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്, മലനാട്ടിൽ ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും താപനില. ധാരാളം മഴ ലഭിക്കും. പിന്നെ എന്ത് ചെയ്യും? മഴ നന്നായിട്ടുണ്ട്. പിന്നെ എന്തുണ്ട്? നീർവാഴ്ചയുള്ള മണ്ണാണ് നീർവാഴ്ച. അത് കണക്ക് ഇടനാട്ടിലാണെങ്കിൽ താപനിലയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യാം, ഇടനാട്ടിൽ കൃഷി ചെയ്യാം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവെന്ന് പറയുന്നത് ജോൺ ജോസഫ് മർഫി ആയിരുന്നു, അല്ലേ? ജോൺ ജോസഫ് മർഫി ആയിരുന്നു. പിന്നെന്തോ പറഞ്ഞത്? അവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുത്തെ മണ്ണിനങ്ങൾ പറഞ്ഞായിരുന്നു, അല്ലേ? ലാറ്ററൈറ്റ് മണ്ണും ഉണ്ടായിരുന്നു, എക്കലാണോ? ലാറ്ററൈറ്റ് മണ്ണും, ഒരു മിനിറ്റ്, ലാറ്ററൈറ്റ് മണ്ണ് ആൻഡ് സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും എക്കൽ മണ്ണ് തന്നെ. ലാറ്ററൈറ്റ് മണ്ണും ഉണ്ട്, എക്കൽ മണ്ണും ഉണ്ടായിരുന്നു. മരച്ചീനി, കാച്ചിൽ, ചേനയൊക്കെയാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞ എന്തുവായിരുന്നു? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? തീരപ്രദേശത്ത് 2 ടൈപ്പിലുള്ള ഇതാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്തുവാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യും. ഇനി സാധാരണ എക്കൽ മണ്ണിലാണെങ്കിൽ നമ്മൾ നെൽകൃഷി ചെയ്യും. ഓക്കെ, അത്രയും കാര്യമാണ് തീരപ്രദേശത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. തീരപ്രദേശം പ്രത്യേകിച്ച് വലിയ കഥയൊന്നും പറഞ്ഞിട്ടില്ല. ഇനി തികച്ചും പരിസ്ഥിതി സൗഹൃദപരമായ കൃഷിരീതിയാണ് ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതി. അത് നമുക്ക് മനസ്സിലായി. ഇനി കേരളത്തിൻ്റെ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കുന്നതിനായുള്ള പരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ കുറേ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ സർക്കാരിൻ്റെ 2 സ്ഥാപനങ്ങളുടെ കാര്യം ഇവിടെ പറയുന്നു. ഒന്ന് ഹോർട്ടികൾച്ചർ മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. പിന്നെ എന്തുവാണ്? വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. പിന്നെ നൂതന കൃഷി രീതികളിൽ ഹരിത കൃഷിയുണ്ട്, കൃത്യത കൃഷിയുണ്ട്, ഫോർട്ടിഗേഷനുണ്ട്. പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു രീതിയും ഉണ്ട്. ഇനി എന്ത് പറയുന്നുണ്ട്? കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സർക്കാർ പദ്ധതികളുണ്ടെന്ന് പറഞ്ഞ്. ഇനി കേരളം ഇന്ന് ഭക്ഷ്യവസ്തുക്കൾക്കായി അയൽരാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന് കണ്ടെത്തി അവതരിപ്പിക്കുന്നു. അത് നമുക്ക് മനസ്സിലായി. ഇനി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞു. നമുക്ക് എല്ലാ ഘടകങ്ങളും കൊണ്ട് നമുക്ക് പണി ചെയ്യാൻ വയ്യാത്തതാണെന്ന് മനസ്സിലായി. ഇനി കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയിലെ വൈവിധ്യം കാർഷിക വൈവിധ്യത്തിന് കാരണമായി എന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കുക. ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിനങ്ങൾ എന്നിവയിലെ വൈവിധ്യം കാർഷിക വൈവിധ്യത്തിന് കാരണമായി. താനല്ലോ. ഇനി അതിനകത്ത് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, ടൈം മാറുന്നതനുസരിച്ച് 1906-ലെയോ 56-ലെയോ 51-ലെയോ നമ്പർ മാറിപ്പോയോ? 1900 ആ ടേബിളിനകത്ത് കൊടുത്തിരുന്ന ഡേറ്റ് എത്രയായിരുന്നു? നമ്മളൊരു അനാലിസിസ് ടേബിൾ പഠിച്ചില്ലേ? 1961 തൊട്ട് 2001 വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏരിയയിലുള്ള കൃഷി ചെയ്യുന്ന ഏരിയയിലുള്ള വ്യത്യാസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. റബ്ബറിൻ്റെയും വിസ്തൃതി കൂടി, അതേപോലെ തെങ്ങിൻ്റെയൊക്കെ വിസ്തൃതി കൂടുതലാണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ ഇതിൻ്റെ ഇത് കുറഞ്ഞെന്നും പറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. വിസ്തൃതിയിൽ കുറവ് വന്നെന്നും പറഞ്ഞ്. റബ്ബറിൻ്റെ വില ഇടിയും കയറും അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തേങ്ങയുടെ കാര്യം അത് തന്നെ. ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? അപ്പോൾ അത് പറഞ്ഞു. കേരളത്തിലെ കാർഷിക ഭൂവിനിയോഗത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു. അതായത് ആ നെല്ലിൻ്റെയും റബ്ബറിൻ്റെയൊക്കെ കാര്യമാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള മനോഭാവം രൂപപ്പെടുത്തുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. തുറപ്രവർത്തനമൊക്കെയാണ്. അത് നമുക്ക് കാലാവസ്ഥ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള കേസല്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ചാപ്റ്റർ ആയിട്ടുണ്ട്. ഒന്നുകൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഓക്കെ അല്ലേ? ആകെ ഒരു മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. അതിൽ ജനറലായിട്ടുള്ള കൃഷിയാണ്. ഇത് കുറേ കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് 10ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 3 പോയിൻ്റൊന്നും ആയിരിക്കത്തില്ല. ഒരു ലോഡ് പോയിൻ്റ് കാണും ഇതിനകത്ത് പഠിക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയും പോയിൻ്റ്
എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചിരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.